ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. അരിമ്പൂർ കൈപ്പിള്ളി സ്വദേശികളായ ദമ്പതികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നാട്ടികയിൽ ഡെങ്കിപ്പനി ബാധിച്ച വീട്ടമ്മ മരിച്ചു. വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്ന കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. മംഗലം സ്വദേശി രാംദാസിന്റെ ലൈസൻസാണ് 3 മാസത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. BJP നേതാവ് AR ശ്രീകുമാറിനെതിരെയുള്ള ഗാർഹിക പീഡന പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യയെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് അറസ്റ്റിലായി. പെരിഞ്ഞനം സ്വദേശി ഗിരീഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ വാട്ടർ ടാങ്ക്. ടാങ്കിന്റെ കോൺക്രീറ്റ് ബീമുകൾ ദ്രവിച്ചടർന്നുപോയി. ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ 18-ാം വാർഡായ കൈപ്പിള്ളി സ്വദേശികളായ ദമ്പതികൾക്കാണ് രോഗം ബാധിച്ചത്. രോഗലക്ഷണങ്ങളുമായി ഇവർ അരിമ്പൂർ PHCയിൽ ചികിത്സ തേടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. കൊടകരയിൽ ഷിഗല്ല ബാധിച്ച് ഒരാൾ മരിച്ചിരുന്നു. വടക്കാഞ്ചേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് രോഗം ബാധിച്ചിരുന്നു. ഷിഗല്ല രോഗം ജില്ലയിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഷിഗല്ലയും ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ച അരിമ്പൂർ പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അരിമ്പൂർ പഞ്ചായത്തിന്റെയും സംയുക്ത മേൽനോട്ടത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഷിഗല്ല സ്ഥിരീകരിച്ച വീടിന് സമീപത്തെ 50 വീടുകളിൽ ക്ലോറിനേഷൻ നടത്തി. 18-ാം വാർഡിൽ ഷിഗല്ലയും വിവിധ വാർഡുകളിലായി 11 പേർക്ക് ഡെങ്കിപ്പനിയുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അരിമ്പൂർ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ RRT യോഗം വിളിച്ചു. സൂപ്പർ ക്ലോറിനേഷൻ, ബോധവൽക്കരണ ക്ലാസുകൾ, പനി സർവേ എന്നീ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ആഴ്ചയിൽ അവലോകന യോഗം നടത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, വൈസ് പ്രസിഡന്റ് NC സതീഷ്, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ KR ബാബുരാജ്, റിൻസി നാസർ, നീതു ഷിജു, അനസ് കൈപ്പിള്ളി, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടികയിൽ ഡെങ്കിപ്പനി ബാധിച്ച സ്ത്രീ മരിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച സ്ത്രീക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. തൃശൂരിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ 19 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്ന ബസ് കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. വടക്കാഞ്ചേരി മംഗലം ചീരോത്ത് വളപ്പിൽ രാംദാസിന്റെ ലൈസൻസാണ് 3 മാസത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. കൂടാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ 5 ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന മജോമോൻ ബസ്സിലെ കണ്ടക്ടർ വിദ്യാർത്ഥികളുടെ യാത്ര നിഷേധിച്ചത്. സംഭവത്തിന്റെ വീഡിയോ വൈറലാവുകയും വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അടിയന്തരമായി ഇടപെടുകയും ബസ് ഉടമയ്ക്കും കണ്ടക്ടർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച കണ്ടക്ടറും ബസ് ഓണറും വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിലെത്തി വിശദീകരണം നൽകി. സംഭവത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നൽകുന്ന സൂചന. BJP തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെതിരെയുള്ള ഗാർഹിക പീഡന പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ പ്രിയങ്കയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ഗുണ്ടാ നേതാവ് അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരിഞ്ഞനം സ്വദേശി കല്ലാടൻ ഗിരീഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗിരീഷ് തന്റെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയതെന്ന് പ്രിയങ്ക പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. നേരത്തെ പ്രിയങ്കയെ ക്രൂരമായി മർദ്ദിച്ചതിന് ശ്രീകുമാറിനെതിരെ വധശ്രമത്തിനുൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ശ്രീകുമാറിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നും കോടതിയിൽ ഇയാൾക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കല്ലാടൻ ഗിരീഷ് പ്രിയങ്കയുടെ പുതിയ കാവിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതെന്നാണ് പുതിയ പരാതി. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. സംഭവത്തിൽ മതിലകം പോലീസ് ശ്രീകുമാറിനെ 2ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ ഗിരീഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
മർദ്ദനക്കേസിൽ ശ്രീകുമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലായതിനാൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. ചാവക്കാട് അപകട ഭീഷണി ഉയർത്തി 10 ലക്ഷം ലിറ്ററിന്റെ വാട്ടർ ടാങ്ക്. ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കോൺക്രീറ്റ് ബീമുകൾ ദ്രവിച്ചടർന്നുപോയി. ജല അതോറിറ്റിയുടെ 10 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കൂറ്റൻ വാട്ടർ ടാങ്ക് അതീവ അപകടാവസ്ഥയിൽ. ചാവക്കാട് അനു ഗ്യാസിന് സമീപം സഹകരണ റോഡിലുള്ള ജല അതോറിറ്റിയുടെ ടാങ്കാണ് നാട്ടുകാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഗുരുതരമായ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ടാങ്കിന്റെ പ്രധാന പില്ലറുകളെയും ബീമുകളെയും ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായി ദ്രവിച്ച് സിമന്റ് അടർന്നുപോയി കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. കോളേജും നിരവധി വീടുകളും ഉൾപ്പെടെ ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ടാങ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു ദുരന്തത്തിനും വൻ നാശനഷ്ടങ്ങൾക്കും കാരണമാകുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. പ്രദേശവാസിയായ TP താജുദ്ദീൻ 1 വർഷമായി അധികൃതർക്ക് നിരന്തരം പരാതി നൽകി വരികയാണ്. ഇതേ തുടർന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ടാങ്കിന്റെ അപകടാവസ്ഥ നേരിട്ട് മനസ്സിലാക്കുകയും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉറപ്പു നൽകിയതുമാണ്. എന്നാൽ അതിനുശേഷം ഒരു നടപടിയും ഉണ്ടായില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള തണുപ്പൻ നിലപാടിനെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനും ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിനും കഴിഞ്ഞ ദിവസം താജുദ്ദീൻ വീണ്ടും പരാതി നൽകി. സംഭവം ഗൗരവമായി എടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടർ നടപടികൾക്കായി പരാതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കൈമാറിയതായി താജുദ്ദീനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. TCV ചാവക്കാട്. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. അതിരപ്പിള്ളി ചിക്ലായിയിൽ സിനിമാ ഷൂട്ടിംഗ് സംഘത്തിന്റെ വാൻ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഹരിപ്പാട് സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. അതിരപ്പിള്ളിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന ജോജു ജോർജിന്റെ പണി സെക്കൻഡ് സിനിമാ സംഘത്തിന്റേതാണ് അപകടത്തിൽപ്പെട്ട ടെമ്പോ ട്രാവലർ. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാർ ബൈക്കിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആദൂർ കാരങ്ങിൽ 24 വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന ഹാഷിമിന്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശിനി സിയ മൈമുന ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് അമിത വേഗത്തിൽ വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ദമ്പതികൾ തെറിച്ചു വീഴുകയായിരുന്നു. തുടയിൽ തകർന്ന ഹാഷിം തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പരിക്കേറ്റ സിയ മൈമുന അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പന്നിത്തടത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രക്കാരായ 4 പേർക്ക് പരിക്കേറ്റു. കടങ്ങോട് സ്വദേശികളായ ബിജു, ജിജി, സുരേഷ്, കാവ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ നഗരസഭാ പാർക്കിംഗ് ഗ്രൌണ്ട് വഴി സ്വകാര്യ വ്യക്തിയുടെ വ്യാപാര സമുച്ചയ നിർമ്മാണ സ്ഥലത്തേക്കുള്ള വാഹനങ്ങൾ അനിയന്ത്രിതമായി കടന്നുപോകുന്നത് യാത്രക്കാർക്ക് വലിയ ഭീഷണിയാകുന്നു. സിമന്റ് മിക്സിംഗ് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളാണ് പാർക്കിംഗ് ഗ്രൌണ്ടിലൂടെ നിരന്തരം കടന്നുപോകുന്നത്. നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ മറ്റ് വഴികളുണ്ടായിട്ടും എളുപ്പത്തിനായി പാർക്കിംഗ് ഗ്രൌണ്ടിലൂടെയാണ് നിർമ്മാണ സ്ഥലത്തേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നത്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകൾ ശ്രദ്ധയിൽപ്പെടാതെ വരുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് വാഹനയാത്രികർ പറയുന്നു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ഇഒ ജോണി, സംസ്ഥാന ട്രഷറർ PV തമ്പി, CV രാജു, KB മണിലാൽ, V. വിനീഷ് കുമാർ, R. ജയൻ, PL ആന്റണി, K. ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ 25 പവനോളം തൂക്കമുള്ള സ്വർണ്ണ കിരീടം വഴിപാടായി സമർപ്പിച്ചു. ഗോപു നന്ദിലത്താണ് കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടം ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ഉച്ചപൂജയ്ക്ക് മുൻപായിരുന്നു സമർപ്പണ ചടങ്ങ്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം DM രാധ, ഗോപു നന്ദിലത്തിന്റെ പത്നി ഷൈനി ഗോപു എന്നിവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രം സോപാനപ്പടിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചാർത്തിയായിരുന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ. 201 ഗ്രാം 370 മില്ലിഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ കിരീടത്തിന് 30 ലക്ഷം രൂപയോളം വില വരും. ഗുരുവായൂരപ്പ ഭക്തനായ ഗോപു നന്ദിലത്ത് നേരത്തെ ഗുരുവായൂരപ്പന് 3 ആനകളെ സമർപ്പിച്ചിട്ടുണ്ട്. പൂവത്തൂർ അമലാനഗർ പൊതുമരാമത്ത് റോഡ് വളവുകൾ തീർത്ത് വീതി വർദ്ധിപ്പിച്ച് പുനർനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന് നിവേദനം നൽകി. പാടശേഖരങ്ങളെ കൊയ്ത്ത് ആരംഭിച്ചാൽ വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, എളവള്ളി, കണ്ടാണിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ നെൽച്ചാക്കുകൾ കയറ്റിപ്പോകുന്ന ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് റോഡിലൂടെ കടന്നുപോകുന്നത്. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK രാജൻ, ജിയോ ഫോക്സ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ്, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, മുല്ലശ്ശേരി ബ്ലോക്ക് വികസന സ്ഥിരം സമിതി ചെയർമാൻ അനിൽ ആതിര, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രസാദ് വാഗ, NJ ജെറോം, ബാബു NR, അജിത് പ്രസാദ്, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മനോജ് വാഴപ്പിലാത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. കൊടുങ്ങല്ലൂരിൽ കരാർ ലംഘനം നടത്തിയ ശിവാലയ കമ്പനിക്കെതിരെയുള്ള രാപ്പകൽ സമരം തുടരുന്നു. സമരത്തിന്റെ 2ാം ദിവസം LDF പ്രവർത്തകർ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. കരാർ കമ്പനി റോഡ് നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുന്ന സാഹചര്യത്തിലാണ് LDF രാപ്പകൽ സമരം ആരംഭിച്ചത്. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ സമരം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുസ്താഖ് അലി, KR ജൈത്രൻ, ബാബു കളത്തേരി, TP പ്രഭേഷ്, KK ഹാഷിഖ്, KK രാധാകൃഷ്ണൻ, GS സുരേഷ്, റസോജ ഹരിദാസ്, CS സുവിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളും സ്റ്റേഷൻ റൌഡികളുമായ യുവാക്കളെ കാപ്പ ചുമത്തി നാടുകടത്തി. ഊരകം സ്വദേശികളായ വരാപ്പുള്ളി വീട്ടിൽ ശ്രീജിത്ത്, വരാപ്പുള്ളി വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് 3 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് നാടുകടത്തിയത്. ചിറ്റിലപ്പള്ളി IES പബ്ലിക് സ്കൂൾ ഫിഫ ഫ്യൂഗോ എന്ന പേരിൽ മെഗാ ഫുട്ബോൾ മാമാങ്കം നടത്തി. സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് IES സീനിയർ വൈസ് പ്രസിഡന്റ് KP അബ്ദുൾ റഷീദ്, ജോയിന്റ് സെക്രട്ടറി ജിനി CA പന്ത് തട്ടിക്കൊണ്ട് തുടക്കം കുറിച്ചു. ശിങ്കാരിമേളത്തോടൊപ്പം നെയ്മർ, മെസ്സി, റൊണാൾഡോ എന്നിവരുടെ വലിയ പ്രതിരൂപങ്ങളും ചുവടുവെച്ച ഘോഷയാത്രയും ആവേശമായി. IES സെക്രട്ടറി PK അൻവർ, ഡയറക്ടർ അബ്ദുൾ ജലീൽ, പ്രിൻസിപ്പാൾ SN ബീന തുടങ്ങിയവർ ഫുട്ബോൾ മാമാങ്കത്തിന് നേതൃത്വം നൽകി. ലോകകപ്പ് ഫുട്ബോൾ മത്സരാഘോഷങ്ങളുടെ തിരയടിയിൽ ശ്രീനാരായണപുരം MES സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വാശിചോരാത്ത മത്സരത്തിൽ ജർമ്മനി ഫാൻസ് ടീമിനെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ ഫാൻസ് ടീം ജേതാക്കളായി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് റാഫി കല്ലറയ്ക്കൽ, പ്രിൻസിപ്പൽ CM ഫിറോസ്, ഹെഡ് മിസ്ട്രസ് അനീസ് എന്നിവർ ചേർന്ന് ബാനർ പ്രദർശനം അനാച്ഛാദനം ചെയ്തു. 8 ടീമുകൾ പങ്കെടുത്ത ഫാൻസ് ഫുട്ബോൾ മത്സരം ചടങ്ങിന് കൊഴുപ്പേകി. അധ്യാപകരായ സിയാദ്, റഷീദ് മൂസിൻ, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. സിനിമാ സംവിധായകൻ പ്രിയനന്ദന്റെ സിനിമാ ജീവിതത്തിന്റെ 25ാം വാർഷികം ഞായറാഴ്ച ആഘോഷിക്കും. ഒല്ലൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക പ്രവർത്തകൻ അഗസ്റ്റിൻ കുട്ടനെല്ലൂർ നിർവഹിക്കും. ഒല്ലൂർ ജോൺ അക്കര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷ ചടങ്ങിൽ പ്രിയനന്ദൻ ഒരുക്കിയ വൈലോപ്പിള്ളി ഒരു കാവ്യജീവിതം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടാകും. വൈകിട്ട് 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ പോളി ജോസ്, AA ജോസ്, സന്ദീപ് സഹദേവൻ, MC തൈക്കാട്, പ്രിൻസൺ അവണിശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ BLSന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പത്രവായന ക്വിസ് മത്സരം നടത്തുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു. ഈ മാസം 19 മുതൽ ജൂലൈ 31 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം 22-ന് രാവിലെ 10-ന് ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ AC പ്രീതി നിർവഹിക്കും. KK പ്രസൻ, ഗിരീഷ് കളത്തിൽ, മനോജ് തച്ചപ്പുള്ളി, പ്രസന്നൻ കൊണ്ടർപ്പശ്ശേരി, മണിലാൽ കൊണ്ടർപ്പശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പോർക്കുളം അക്കിക്കാവ് ഇടറോഡ് തകർന്ന് ശോചനീയാവസ്ഥയിലായി. ആൽത്തറ റോഡിൽ നിന്നും പന്നിത്തടം ബൈപ്പാസിലേക്കുള്ള റോഡാണ് തകർന്ന അവസ്ഥയിലുള്ളത്. റോഡിന്റെ 300 മീറ്ററോളം കടവല്ലൂർ പഞ്ചായത്തിലും ബാക്കി വരുന്ന 200 മീറ്റർ പോർക്കുളം പഞ്ചായത്ത് പ്രദേശത്തിന്റെ പരിധിയിലുമാണുള്ളത്.
മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ബൈക്ക് യാത്രികർക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റിരുന്നു. കാൽനട യാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിലുള്ള റോഡ് ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ കാണാതായ വയോധികയെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുന്തുരുത്തി ഏലാഞ്ചേരി സ്വദേശിനി 84 വയസ്സുള്ള കൌസല്യയെയാണ് വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൌസല്യയെ വീട്ടിൽ നിന്ന് കാണാതായത്. സഹോദരൻ രാഘവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ വീടിന് സമീപത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കുന്നംകുളം CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരദാനം ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡുകളും സമ്മാനിക്കും. മികച്ച പഠന നിലവാരം പുലർത്തിയ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്യും. യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ CJ ജോസ്, ഡോക്ടർ റാണി മേനോൻ, സദനം രാമൻകുട്ടി നായർ, ശിവദാസൻ ചിത്രാംബരി, രജനി മുരളി എന്നിവരെ ആദരിക്കും. ആദരണം CCTVയിലൂടെയും TCV ഉത്സവ് ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ, ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ 1 മില്യൺ തൂഫാൻ ഗോൾഡ് പ്രചരണത്തിന്റെ ഭാഗമായി മുറ്റിച്ചൂർ ALP സ്കൂളിൽ സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം ശ്രദ്ധേയമായി. പൂർവ്വ വിദ്യാർത്ഥി ഹിലാൽ ഉമ്മർ കാരണപ്പറമ്പിൽ ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ അമൂല്യ ചന്ദ്രൻ, KC ലിജി, സഫനമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് പ്രധാനാധ്യാപകൻ ബൈജു ജോർജ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ അയ്യങ്കാളിയുടെ 85ാം ചരമദിനത്തോടനുബന്ധിച്ച് PKSന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണം നടത്തി. അനുസ്മരണ പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി KV രാജേഷ്, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK ശിവരാമൻ, KA വിശ്വംഭരൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. ആധ്യാത്മിക പ്രസ്ഥാനമായ ലയൺ മയൂര റോയൽ കിങ്ഡത്തിന്റെ യോഗാദിന പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് പൈതൃകം ഗുരുവായൂർ ഭാരവാഹികൾ അറിയിച്ചു. 21 വൈകിട്ട് 4 പെരിന്തട്ട ക്ഷേത്രത്തിലെ നാഗഹാര ഓഡിറ്റോറിയത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. 10,001 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. പൈതൃകം ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഡോക്ടർ KB പ്രഭാകരൻ, ജയൻ മേനോൻ, ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണലൂർ പഞ്ചായത്തിന്റെയും ആക്ട്സ് കാഞ്ഞാണി ബ്രാഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KP സന്ദീപ്, സലീജ ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, BR ജേക്കബ്, പഞ്ചായത്ത് സെക്രട്ടറി P വിധുൻ, ഡോക്ടർ ആന്റണി വർക്കി തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിൽ നടന്ന DYFI ജില്ലാ സമ്മേളനം സമാപിച്ചു. ജില്ലാ സെക്രട്ടറിയായി KS റോസൽ രാജിനെയും ജില്ലാ പ്രസിഡന്റായി PH നിയാസിനെയും ട്രഷററായി സുകന്യ ബൈജുവിനെയും തെരഞ്ഞെടുത്തു. 2 ദിവസമായി നടന്ന സമ്മേളനത്തിൽ 18 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 400ഓളം പ്രതിനിധികളാണ് പങ്കെടുത്തത്. ഭാരതീയ ദളിത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ചരമവാർഷികം ആചരിച്ചു. ചാവക്കാട് ടൌണിൽ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണം DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി വാസു കോട്ടോൽ, ഗുരുവായൂർ നഗരസഭാ കൌൺസിലർമാരായ ചന്ദ്ര രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,850 രൂപ, പവന് 1,10,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശികളായ ദമ്പതികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നാട്ടികയിൽ ഡെങ്കിപ്പനി ബാധിച്ച വീട്ടമ്മ മരിച്ചു. വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്ന കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. മംഗലം സ്വദേശി രാംദാസിന്റെ ലൈസൻസാണ് 3 മാസത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. BJP നേതാവ് AR ശ്രീകുമാറിനെതിരെയുള്ള ഗാർഹിക പീഡന പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യയെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് അറസ്റ്റിൽ. പെരിഞ്ഞനം സ്വദേശി ഗിരീഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ വാട്ടർ ടാങ്ക്. ടാങ്കിന്റെ കോൺക്രീറ്റ് ബീമുകൾ ദ്രവിച്ചടർന്നുപോയി. ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.